Hi friends, T-Square പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് രണ്ട് ക്യാമറകളുടെ കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ക്യാമറ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Canon 200D Mark II എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറയും Nikon D5600 ഈ രണ്ട് ക്യാമറകളുടെ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ക്യാമറകൾ നോക്കാം. Canon 200D Mark II, Nikon D5600. അപ്പോൾ ഈ Canon 200D Mark II എന്ന് പറഞ്ഞ ക്യാമറയുടെ റിവ്യൂ നമ്മളിപ്പോൾ ലാസ്റ്റായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തു. അപ്പോൾ അതിനകത്ത് നമ്മൾ അതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷനുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ കാർഡ് ഇവിടെ കൊടുക്കാം, മണ്ണിലേക്ക് കയറിയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അടുത്ത ക്യാമറയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി D5600 എന്ന് പറഞ്ഞ ക്യാമറയുടെ റിവ്യൂ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തതാണ്. ഡീറ്റെയിൽഡ് റിവ്യൂ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിവ്യൂ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാർഡും ഇവിടെ കൊടുക്കാം, കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. സോ അതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ ആ ഒരു വീഡിയോകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഈ ഒരു ഭാഗത്തായിട്ട് പറയുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ ക്യാമറയുടെ ഈ രണ്ട് ക്യാമറയുടെയും കോമൺ സ്ട്രെങ്ത്തുകളാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് രണ്ട് ക്യാമറയിൽ നമുക്ക് വൈഫൈ അവൈലബിൾ ആണ്. വൈഫൈ ഫീച്ചർ രണ്ട് ക്യാമറകളിലും അവൈലബിൾ ആണ്. ഇനി നോക്കുകയാണെങ്കിൽ വൈഫൈയുടെ കൂടെ തന്നെ ബ്ലൂടൂത്തും രണ്ട് ക്യാമറയിലും അവൈലബിൾ ആണ്. ഇനി ഡിസ്പ്ലേയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു ഫിക്സ്ഡ് ഡിസ്പ്ലേ അല്ല രണ്ട് ക്യാമറയിലും വന്നിട്ടുള്ളത്. നമുക്ക് 180 ഡിഗ്രി വരെ തിരിക്കാൻ പറ്റുന്ന ഫുള്ളി ആർട്ടിക്കുലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് രണ്ട് ക്യാമറയിലും വന്നിട്ടുള്ളത്. പറയുകയാണെങ്കിൽ വ്ളോഗിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമറകളാണ് രണ്ട് ക്യാമറയിൽ നമുക്ക് വ്ളോഗിങ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. അത്തരത്തിലാണ് അതിൻ്റെ ഡിസ്പ്ലേയുടെ ഒരു ഫീച്ചർ വന്നിട്ടുള്ളത്. രണ്ട് ഡിസ്പ്ലേയും ടച്ച് സ്ക്രീനാണെന്ന് നമുക്ക് അതിനോടൊപ്പം തന്നെ പറയാം. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ക്യാമറയിലും നമുക്ക് ബിൽറ്റ് ഇൻ ഫ്ലാഷ് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഹോട്ട് ഷൂവും രണ്ട് ക്യാമറയിലും അവൈലബിൾ ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ രണ്ട് ക്യാമറയിലും ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡർ ഉണ്ട്. DSLR ക്യാമറ ആണെന്ന് പറഞ്ഞു. സോ രണ്ട് ക്യാമറയിലും ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡർ അവൈലബിൾ ആണ്. റോ സപ്പോർട്ട് നമുക്ക് രണ്ട് ക്യാമറയും പ്രൊവൈഡ് ചെയ്യുന്നു. ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ് രണ്ട് ക്യാമറയിൽ അവൈലബിൾ ആണ്. 24 മെഗാ പിക്സലിൻ്റെ ഹൈ റെസൊല്യൂഷൻ സെൻസറാണ് രണ്ട് ക്യാമറയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള സെൻസറാണ്. നല്ല ഇമേജ് ക്വാളിറ്റി രണ്ട് ക്യാമറയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇനി പറയുകയാണെങ്കിൽ മൈക്ക് പോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ക്യാമറയിലും മൈക്ക് പോർട്ട് അവൈലബിൾ ആണ്. 3.5mm ജാക്കിൻ്റെ മൈക്ക് പോർട്ട് രണ്ട് ക്യാമറയിലും അവൈലബിൾ ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ക്യാമറയിൽ നമുക്ക് ടൈം ലാപ്സ് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. രണ്ട് ക്യാമറയിൽ ഇൻബിൽട്ട് ആയിട്ട് തന്നെ അതിനുള്ള ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് റിമോട്ട് കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിക്കോണിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സ്നാപ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്യാം, റിമോട്ടായിട്ട് യൂസ് ചെയ്യാം, ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ക്യാനോൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ക്യാനോൺ ക്യാമറ കണക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിലൊക്കെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ, റിമോട്ട് കൺട്രോളൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ രണ്ട് ക്യാമറയും UHSI കാർഡുകൾ സപ്പോർട്ട് ചെയ്യുന്നത്. അൾട്രാ ഹൈ സ്പീഡ് കാർഡുകൾ, മെമ്മറി കാർഡുകൾ സപ്പോർട്ട് ചെയ്ത ക്യാമറകളാണ് രണ്ടും. സോ അതാണ് ഈ രണ്ട് ക്യാമറയുടെയും കോമൺ സ്ട്രെങ്ത്തുകളായിട്ട് പറയാനായിട്ടുള്ളത്. ഇനി രണ്ട് ക്യാമറകളുടെയും കോമൺ വീക്ക്നെസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പോരായ്മ എന്നുള്ള നിലയ്ക്ക് പറയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഇൻബോഡി സ്റ്റെബിലൈസേഷൻ രണ്ട് ക്യാമറയിലും അവൈലബിൾ അല്ല. സെൻസറിൽ ടിൽറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റെബിലൈസേഷൻ രണ്ട് ക്യാമറയിലും അവൈലബിൾ അല്ല. പിന്നെ നോക്കുകയാണെങ്കിൽ വെതർ സീൽഡിൻ്റെ കാര്യം, രണ്ട് ക്യാമറയും വെതർ സീൽഡ് അല്ല. ഡസ്റ്റ്, മോയ്സ്ചർ പോലുള്ള കാര്യങ്ങളൊന്നും റിപ്പൽ ചെയ്യാത്ത അത്തരത്തിലുള്ളൊരു ബോഡിയാണ് വന്നിട്ടുള്ളത്. സോ വെതർ സീൽഡ് ആയിട്ടുള്ളൊരു ക്യാമറ അല്ല രണ്ടും. ഇനി നമ്മൾ വ്യൂ ഫൈൻഡറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു പോരായ്മയായിട്ട് പരിഗണിക്കാം. ഇപ്പോൾ പിന്നെ മിറർലെസ് ക്യാമറകളുടെ ഒരു സമയമാണ് എങ്കിലും ഇതിൽ ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറാണ് ഈ ഒരു DSLR ക്യാമറയിൽ വന്നിട്ടുള്ളത്. സോ അതൊരു പോരായ്മയായിട്ട് പറയാം. നമുക്ക് ഔട്ട്പുട്ടൊന്നും തന്നെ നമുക്ക് മുന്നേ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അതൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറാണ് രണ്ട് ക്യാമറയിലും വന്നിട്ടുള്ളത്. ഇനി നമ്മൾ Canon 200D Mark II എന്ന് പറഞ്ഞ ക്യാമറ, രണ്ട് ക്യാമറ നമ്മൾ ഏത് വേണമെന്ന് സംശയിച്ച് നിൽക്കുന്നവർക്ക് ഇപ്പോൾ Canon 200D Mark II വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് D5600 കുറച്ച് ഹൈലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് നോക്കാം. നമുക്കിപ്പോൾ ഒരു 200D Mark II ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റീസൺസ് നമുക്ക് ഒന്ന് നോക്കി നോക്കാം. മെയിനായിട്ട് പറയുന്നത് ബാറ്ററി ലൈഫിൻ്റെ കേസാണ്. രണ്ട് ക്യാമറയും വെച്ച് നോക്കുമ്പോൾ ബാറ്ററി ലൈഫ് 200D Mark II എന്ന് പറഞ്ഞ ക്യാമറയ്ക്ക് 1070 ഷോട്ട്സ് പെർ ചാർജാണ് ബാറ്ററി ലൈഫ് കമ്പനി അവകാശപ്പെടുന്നത്. അതേസമയം Nikon D5600 എന്ന് പറഞ്ഞ ക്യാമറയിൽ 820 ഷോട്ട്സ് പെർ ചാർജാണ് ബാറ്ററി ലൈഫ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ വീഡിയോ കേപ്പബിലിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 200D Mark II എന്ന് പറഞ്ഞ ക്യാമറയിൽ നമുക്ക് 4K ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം നമുക്ക് 5600 എന്ന് പറഞ്ഞ ക്യാമറയിൽ ഫുൾ HD 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ മാത്രമാണ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നമ്മൾ ഫിസിക്കലി നമ്മളതിൻ്റെ വെയിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, വെയിറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 449 ഗ്രാമാണ് 200D Mark IIൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത്. അതേസമയം D5600 എന്ന് പറഞ്ഞ ക്യാമറയുടെ വെയിറ്റ് വന്നിട്ടുള്ളത് 465 ഗ്രാമാണ്. സോ കുറച്ച് വെയിറ്റ് കൂടിയ ഒരു ക്യാമറയാണ് D5600 എന്ന് പറയാം. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്യാമറയാണ് 200D Mark II എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി വെബ് ക്യാം ഫീച്ചറിനെ അല്ലെങ്കിൽ വെബ് ക്യാം ഫംഗ്ഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇൻബിൽട്ട് ആയിട്ട് നമ്മുടെ 200D Mark II എന്ന് പറഞ്ഞ ക്യാമറയിൽ വെബ് ക്യാം ഫീച്ചർ നമുക്ക് അവൈലബിൾ ആണ്. അതേസമയം D5600 നമുക്ക് ആ ഒരു ഫീച്ചർ അവൈലബിൾ അല്ല. സോ ഇത്രയും റീസൺസ് ആണ് നമ്മുടെ
200D Mark II എന്ന് പറഞ്ഞ ക്യാമറയുടെ ഹൈലൈറ്റ്സ് ആയിട്ട് D5600 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 200D Mark IIൻ്റെ ഹൈലൈറ്റ്സ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. ഇനി നമ്മൾ Nikon's D5600 എന്ന് പറഞ്ഞ ക്യാമറ ചൂസ് ചെയ്യാനുള്ള റീസൺസ് നോക്കുകയാണെങ്കിൽ ഈ 200D Mark IIൻ്റെ മുകളിൽ നമുക്ക് അതിനുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ D5600 എന്ന് പറഞ്ഞ ക്യാമറയുടെ ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സിൻ്റെ എണ്ണം കൂടുതലാണ്. 39 ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് നമുക്ക് D5600 അവൈലബിൾ ആണ്. അതേസമയം 200D Mark II എന്ന് പറഞ്ഞ ക്യാമറയിൽ നമുക്ക് 9 ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ക്രോസ് ടൈപ്പ് ഓട്ടോ ഫോക്കസ് നോക്കുകയാണെങ്കിലും അതെ 9 ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് ആണ് നമുക്ക് D5600 അവൈലബിൾ ആയിട്ടുള്ളത്. അതേസമയം 200D Mark II ആകെ ഒരു ഓട്ടോ ഫോക്കസ് പോയിൻ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇൻ കേസ് ഓഫ് ക്രോസ് ടൈപ്പ് ഓട്ടോ ഫോക്കസ് നോക്കുകയാണെങ്കിൽ. അതാണ് ഓട്ടോ ഫോക്കസ് സിസ്റ്റത്തിലുള്ള വ്യത്യാസമായിട്ട് നമുക്ക് പറയാവുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ LCD ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടും ടച്ച് സ്ക്രീനാണെന്ന് നമ്മൾ പറഞ്ഞു കോമൺ സ്ട്രെങ്ത്തിൽ. എന്നാൽ അതിൻ്റെ ഡിസ്പ്ലേയുടെ സൈസിൽ വ്യത്യാസമുണ്ട്. അഥവാ D5600 എന്ന് പറഞ്ഞ ക്യാമറയിൽ 3.2 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. അതേസമയം 200D Mark II എന്ന് പറഞ്ഞ ക്യാമറയിൽ 3 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. കുറച്ച് ചെറിയൊരു ഡിസ്പ്ലേ ആണ് 200D Mark II. D5600 ആണ് കുറച്ചുകൂടി വലിയൊരു ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് പറയാവുന്നത്. ഇനി നമ്മൾ NFC അഥവാ നിയർ ഫീൽഡ് കണക്ടിവിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ D5600 ആണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. 200D Mark II എന്ന് പറഞ്ഞ ക്യാമറയിൽ NFC അവൈലബിൾ അല്ല. ഇനി നമ്മൾ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫിസിക്കൽ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും Canon 200D Mark IIന് കമ്പാരിറ്റീവ്ലി Nikon's D5600 സൈസ് കുറവാണ്. ചെറിയ ബോഡിയാണ് ആ ക്യാമറയ്ക്ക് വന്നിട്ടുള്ളത്. വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അപ്പോൾ അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ക്യാമറയാണ്. D5600 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ് 200D Mark II എന്ന് പറഞ്ഞ ക്യാമറയ്ക്ക് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ സെൻസർ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ സെൻസറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സെൻസർ സൈസ് കൂടുതൽ വന്നിട്ടുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും D5600 കുറച്ച് സെൻസർ സൈസ് കൂടുതലാണ്. നമ്മുടെ 200D Mark IIനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെൻസർ സൈസ് കുറച്ച് കൂടുതലാണ്. സോ ഹൈ റെസൊല്യൂഷൻ പിക്ചേഴ്സ് എടുക്കാൻ ഫോട്ടോഗ്രാഫിക്ക് കുറച്ചും കൂടി ഊന്നൽ നൽകിക്കൊണ്ടുള്ള കുറച്ചും കൂടി നല്ല രീതിയിൽ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റുക, നല്ല ഹൈ റെസൊല്യൂഷൻ പിക്ചേഴ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുക D5600 ആണെന്ന് പറയാൻ സാധിക്കും. ഇനിയിപ്പോൾ അടുത്തായിട്ട് പറയുന്നത് നമ്മൾ ലെൻസുകളുടെ കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ നിക്കോണിൽ നമുക്ക് ടോട്ടൽ നോക്കുകയാണെങ്കിൽ 309 ലെൻസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 309 309. അതുപോലെ തന്നെ കാനോണിൽ നോക്കുകയാണെങ്കിൽ 326 ലെൻസുകളാണ്. ഇപ്പോൾ ഈ ഒരു ടേബിൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഏതൊക്കെ ടൈപ്പിലുള്ള ലെൻസുകൾ അവൈലബിൾ ആണ്, എത്ര എണ്ണം അവൈലബിൾ ആണെന്നുള്ളത്. സോ അത്രയും ലെൻസ് അവൈലബിലിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളെ അത്രയും ഒരു ഡ്രോബാക്ക് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് ലെൻസുകൾ കൂടുതലുണ്ട്. നമ്മളിപ്പോൾ എന്തായാലും ഈ 300 ലെൻസൊന്നും വാങ്ങാൻ പോകുന്നില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ലെൻസുകളുടെ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കാനോണിനാണ് നിക്കോണിനേക്കാൾ ലെൻസുകൾ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയാനായിട്ട് സാധിക്കും. സോ അത്രയാണ് ഈ ഒരു ക്യാമറയുടെ ഈ രണ്ട് ക്യാമറകളുടെ കമ്പാരിസണായിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തത് Canon 200D Mark II, Nikon D5600 എന്നീ രണ്ട് ക്യാമറകൾ തമ്മിലുള്ള കമ്പാരിസണാണ്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ കോമൺ സ്ട്രെങ്ത്തുകൾ പറഞ്ഞു, കോമൺ വീക്ക്നെസ് പറഞ്ഞു, പിന്നെ രണ്ട് ക്യാമറകൾക്കുള്ള ഹൈലൈറ്റ്സ് നമ്മൾ പറഞ്ഞു, പിന്നെ കുറച്ചൊരു കോമൺ കമ്പാരിസൺസ് നമ്മൾ ബാക്കിയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. നമ്മൾ ഫൈനൽ ഡിസിഷൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഫോട്ടോഗ്രാഫി മാത്രമാണ് ചെയ്യേണ്ടതെങ്കിൽ വെറും ഫോട്ടോഗ്രാഫി മാത്രമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. വീഡിയോഗ്രാഫി നമുക്ക് വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുക്കാനൊക്കെയാണ് ആവശ്യമുള്ളൂ. എങ്കിൽ നമുക്ക് പറ്റിയിട്ടുള്ള മികച്ച ക്യാമറ എന്ന് പറയുന്നത് Nikon's D5600 ആണ്. മെയിനായിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത് 39 ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് അതിൽ അവൈലബിൾ ആണ്. ആസ് കമ്പയർ ടു 200D Mark II അതിൽ 9 ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇവിടെ 39 ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ പിക്സൽ നമ്മുടെ സെൻസർ സൈസും കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. സോ ഹൈ റെസൊല്യൂഷൻ പിക്ചേഴ്സ് തരാൻ നമ്മുടെ D5600 എന്ന് പറഞ്ഞ ക്യാമറയ്ക്ക് സാധിക്കും. വീഡിയോയുടെ കേസ് ഞാൻ നമ്മുടെ D5600 റിവ്യൂ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോയ്ക്ക് അത്രയ്ക്ക് നല്ലൊരു പെർഫോമൻസ് ഉള്ളൊരു ക്യാമറ അല്ല. ഓട്ടോ ഫോക്കസിൻ്റെ കേസിൽ വളരെ ഒരു പെർഫോമൻസ് കുറഞ്ഞൊരു ക്യാമറയാണ് D5600. അതുകൊണ്ട് വീഡിയോയ്ക്കായിട്ടാണെങ്കിൽ ആ ക്യാമറ വാങ്ങുന്നേ വേണ്ട. ഫോട്ടോഗ്രാഫി മാത്രമായിട്ടാണ് നിങ്ങൾ നോക്കുന്നത്, വെറും ഫോട്ടോഗ്രാഫിയാണ് മെയിൻ എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലാണ്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് D5600 എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും രണ്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ 200D Mark II ആണെന്ന് പറയാൻ സാധിക്കും. 200D Mark II പറയുകയാണെങ്കിൽ 4K കേപ്പബിൾ ആണ്. പിന്നെ വീഡിയോഗ്രാഫിക്ക് പറ്റിയ ഫീച്ചേഴ്സൊക്കെ തന്നെ ഉണ്ട്. ഫോക്കസ് പോയിൻറ്റ്സിൻ്റെ എണ്ണം കുറവാണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ തന്നെ എടുക്കാൻ സാധിക്കുന്ന നല്ലൊരു ക്യാമറ തന്നെയാണ് 200D Mark II എന്ന് പറയുന്നത്. സോ അതാണ് പറഞ്ഞത്. നിക്കോണിലാണെങ്കിൽ ഇപ്പോൾ ഫോട്ടോഗ്രാഫി മാത്രമാണെങ്കിൽ Nikon D5600 ചൂസ് ചെയ്യുക. ഫോട്ടോഗ്രാഫി മാത്രമാണെങ്കിൽ അല്ല, രണ്ടും ഉണ്ടെങ്കിൽ 200D Mark II ചൂസ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പറയാനായിട്ടുള്ളത്. പിന്നെ രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ D5600 എന്ന് പറയുന്ന ക്യാമറ 2016 ഇറങ്ങിയ ക്യാമറയാണ്. ഇത് 2019 200D Mark II എന്ന് പറയുന്നത്. സോ 3 വർഷം വ്യത്യാസമുള്ളൊരു ക്യാമറകളാണ് രണ്ടും. എങ്കിൽ കൂടി ഫോട്ടോഗ്രാഫിക്കാണെങ്കിൽ
നല്ല റിസൾട്ട് തരുന്ന, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ എനിക്കറിയാം, നല്ല റിസൾട്ട് തരുന്ന ക്യാമറ തന്നെയാണ് D5600 എന്ന് പറയുന്നത്. സോ അത്രയാണ് ഈ രണ്ട് ക്യാമറകളുടെ കമ്പാരിസനായിട്ട് പറയാനുള്ളത്. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും